ഓക്കെ, നമ്മള് പിന്നെ അക്കൗണ്ടിങ് രഹസ്യങ്ങൾ എന്നുള്ള ഒരു പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ, അടിപൊളി റെസ്പോൺസ് ഉണ്ട്. താങ്ക് യു. പിന്നെ കുറെ അക്കൗണ്ട്സ് അല്ല വോയിസ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ വന്ന വീഡിയോ ആണല്ലോ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തുടർന്ന് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പുതിയ അഫ്രാസൊക്കെ വന്നിട്ടുണ്ടല്ലോ, പുതിയ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ മഹാവിസ്മയം നമ്മൾ കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രതികരണങ്ങളാണ്. ഈ അക്കൗണ്ടിങ് മേഖല ഇപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്ന ഒരു ചെറിയ ഒരാളുടെ ഒരു സംശയമാണ്. നിങ്ങളൊരു പിന്നെ ക്ലാരിഫിക്കേഷൻ തരണം. അതായത് നമ്മളിങ്ങനെ വെറുതെ അക്കൗണ്ടിങ് രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വെച്ചാൽ മാത്രം പോകണല്ലോ, ആളുകളുടെ സംശയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ദൂരീകരണം കൊടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും നല്ല റെസ്പോൺസ് ഉള്ള ഈ ഒരു വീഡിയോയിൽ വന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ് കോഴ്സുകൾ, നിങ്ങൾ പറഞ്ഞ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇത് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സാധാരണക്കാരായ പ്രത്യേകിച്ച് ഇതിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് പഠിച്ചതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടോ എന്നുള്ളതാണ്. പഠിക്കാൻ പറ്റുമെന്നൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതിന് വല്ല എക്സാമ്പിൾസ് ഉണ്ടോ, അത് അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കൊന്ന് അറിയേണ്ടത്. ഈ കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ ഹിൽട്ടണിൽ ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് നേരത്തെ നമ്മൾ വീഡിയോ തുറന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, നമുക്ക് ആ ഫീഡ്ബാക്ക് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അത് അങ്ങനെ ഒരു സംഭവം എന്താണ് അവര് അവരുടെ പ്രതികരണം നേരിട്ട് ആ വീഡിയോയിൽ ഇട്ട പ്രശ്നം പരിഹരിക്കും. ഓക്കെ, നമ്മുടെ കോൺവെക്കേഷന് കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് കുറേ കുട്ടികൾ അവരവരുടെ അഭിപ്രായങ്ങളെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരാം, കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന ഉസ്താദ്, ഇവിടെ നമ്മുടെ മഞ്ചേരി തന്നെ ചുറ്റുഭാഗത്തുള്ള ഒരു ഉസ്താദ്, അയാൾ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് പഠിച്ചു, ഇവിടെ നിന്നാണ് പഠിച്ചത്. അയാൾ പറയുന്നുണ്ട് അയാൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഇവിടെ നിന്നാണ് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. അപ്പോൾ അയാൾ 100% കോൺഫിഡൻ്റ് ആണ് അക്കൗണ്ട്സ് ചെയ്യാൻ. മാത്രമല്ല അയാൾക്ക് നമ്മൾ തന്നെ നമ്മുടെ അടുത്ത് പല ഓണ്ടർപ്രണേഴ്സ് വന്നിട്ട് ഗൾഫ് കൊണ്ടുപോകാനൊക്കെ കുട്ടികളെ ചോദിക്കാറുണ്ട്, അത് അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് കുട്ടികളെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 4 പേര് കൊടുത്തിരുന്നു, അത് സെലക്ട് ചെയ്ത ഇയാളാണ്. അങ്ങനെ ഇയാൾ ഈ അടുത്ത് പോയി ചെയ്യണം, നല്ല മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണം. അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, കൊമേഴ്സിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് ഇനി ഡിഗ്രി അവർക്ക് ഉണ്ടാവും, ഇതിൽ ഡിഗ്രി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കൊന്നും BS സയൻസ് എടുത്തൊരു കുട്ടി, ആ കുട്ടി ഇവിടുത്തെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജിദ്ദയിലെത്തി. ഇവിടുന്ന് അവർ ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി കിട്ടിയത് തന്നെ അവർക്ക് സാലറി ഓഫർ ചെയ്തത് 5000 രൂപയാണ്. സാധാരണ ജൂനിയർ അക്കൗണ്ടിന് ഗൾഫിൽ കിട്ടുന്ന 2000-2500 കിട്ടുന്നത്, മാക്സിമം 3000. ഈ കുട്ടിക്ക് ഒരു ജൂനിയർ അക്കൗണ്ടിന് ഒരു സീനിയർ അക്കൗണ്ടിന്റെ സാലറി കിട്ടും സ്റ്റാർട്ടിങ്, അത് 5000. അങ്ങനെ പല ആൾക്കാർക്കും കാരണം നമ്മളൊരു അഡ്വാൻസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. കാരണം 25 വർഷത്തോളം ഈ ഫീൽഡ് വർക്ക് ചെയ്തതാണ്. എനിക്കറിയാം ഒരു കമ്പനിയിൽ എന്താ ചെയ്യുന്നത്, ചീഫ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത്, ഫിനാൻസ് മാനേജർ എന്താ ചെയ്യുന്നത്. ഞാൻ ഫിനാൻസ് മാനേജറിൽ വർക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവർക്ക് എന്താണോ ഒരു കമ്പനിയിൽ അവർക്ക് ഡെവലപ്പ് ആവാൻ ചെയ്തത്, കൂടെ സാലറി കിട്ടാൻ വേണ്ടത്, അതാണ് ഞാൻ പഠിക്കുന്നത്. പ്രാക്ടിക്കൽ അതായത് നമ്മൾ 99% പ്രാക്ടിക്കലാണ്. അപ്പോൾ ഏതൊരാൾക്കും ഈ കോഴ്സ് സ്യൂട്ടബിൾ ആണ്, ഒരു പഠിക്കാൻ റെഡിയാണ് എങ്കിൽ അല്ലേ, അക്കൗണ്ടിങ് താല്പര്യമുള്ള ഏതൊരാൾക്കും ഇത് സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്.